എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിൽ ഞാനിപ്പം പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് മൺചട്ടിയിലാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഴം ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുമ്പോഴേക്കും ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പഴയത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിയുടെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമുക്ക് കറി കിട്ടേണ്ടത്. ഈ ഒരു പാകമായാൽ നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒട്ടും തന്നെ തിളപ്പിക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ കറിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഈ കറിയൊന്ന് കടുക് വറുത്തിടണം. ഇനി സ്റ്റൗ ഓണാക്കി അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യ് ചേർത്ത് പുളിശ്ശേരി വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് കട്ടിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.